സീറോ മലബാർ സഭയുടെ ആരാധനക്രമ, ദൈവശാസ്ത്ര, ആധ്യാത്മിക, സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും ലോകമെമ്പാടുമുള്ള സീറോ മലബാർ സഭാംഗങ്ങൾ സവിശേഷ ശ്രദ്ധ പതിപ്പിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റതിനു ശേഷം വത്തിക്കാനിൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ മാർ റാഫേൽ തട്ടിലിനെയും മെത്രാന്മാരുടെ പ്രതിനിധി സംഘത്തെയും സ്വീകരിച്ചതിനു ശേഷം വൈദികരും സമർപ്പിതരും അൽമായരുമടങ്ങുന്ന റോമിലുള്ള സീറോ മലബാർ സഭാംഗങ്ങളെ വത്തിക്കാൻ പാലസിലെ കൺസിസ്റ്ററി ഹാളിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പാപ്പ. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശുദ്ധ കുർബാനയുടെ ഏകീകൃത അർപ്പണരീതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രത്യേക സാഹചര്യങ്ങളെ തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ച പാപ്പ ഈ പ്രശ്ന പരിഹാരത്തിനായി നൽകിയ കത്തുകളെയും വീഡിയോ സന്ദേശത്തെയും കുറിച്ച് പരാമർശിച്ചു. സഭയിൽ ഐക്യം നിലനിർത്തുക എന്നുള്ളത് കേവലം ഒരു ഉപദേശമായി മാത്രം കണക്കാക്കാതെ അതൊരു കടമയാണെന്നും അനുസരണം വാഗ്ദാനം ചെയ്ത വൈദികർക്ക് ആ കടമ നിറവേറ്റുന്നതിൽ പ്രത്യേക ഉത്തരവാദിത്വമുണ്ടെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. പരിശുദ്ധ കുർബാനയോട് കാണിക്കുന്ന ഗുരുതരമായ അനാദരവ് കത്തോലിക്ക വിശ്വാസവുമായി ചേർന്നു പോകുന്നതല്ലെന്നും മാർപ്പാപ്പ മുന്നറിയിപ്പ് നൽകി. മാർ റാഫേൽ തട്ടിൽ പിതാവിനൊപ്പം പെർമനന്റ് സിനഡ് അംഗങ്ങളും ആർച്ച് ബിഷപ്പുമാരുമായ മാർ മാത്യു മൂലക്കാട്ട്, മാർ ആൻഡ്രൂസ് താഴത്ത്, മാർ ജോസഫ് പെരുന്തോട്ടം, മാർ ജോസഫ് പാംബ്ലാനി, കൂരിയ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ, യൂറോപ്പിലെ അപ്പസ്തോലിക് വിസിറ്റേറ്ററും സഭയുടെ പ്രൊക്യുറേറ്ററുമായ മാർ സ്റ്റീഫൻ ചിറപ്പണത്ത് എന്നിവരും മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ഇനിയുള്ള ദിവസങ്ങളിൽ മേജർ ആർച്ച് ബിഷപ്പും മെത്രാൻ സംഘവും വത്തിക്കാനിലെ വിവിധ കാര്യാലയങ്ങൾ സന്ദർശിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്യും. പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിൽ മേജർ ആർച്ച് ബിഷപ്പിന് മെയ് 15 ഔദ്യോഗിക സ്വീകരണം നൽകും. 19 ഞായറാഴ്ച റോമിലെ സാന്ത അനസ്താസിയ ബസിലിക്കയിൽ നടക്കുന്ന ആഘോഷമായ പരിശുദ്ധ കുർബാനയോടെ ഔദ്യോഗിക സന്ദർശന പരിപാടികൾ സമാപിക്കും.